നമുക്കറിയാം സ്ത്രീ ശാക്തീകരണ പ്രവർത്തനത്തിന് ഊന്നൽ നൽകുന്ന വിവിധ പദ്ധതികളാണ് പിണറായി സർക്കാർ ഗ്രാമപഞ്ചായത്ത് വഴി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കുടുംബശ്രീ വന്നതിന് ശേഷമാണ് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടായത്. നമ്മുടെ ഈ കുടുംബശ്രീയെ ചേർത്ത് നിർത്തി നമ്മുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നത് കൊണ്ടാണ്. ഗ്രാമപഞ്ചായത്ത് വഴി ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് കുടുംബശ്രീ വഴി നടപ്പിലാക്കിക്കൊണ്ട് വരുന്നത്. അതിലെനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മൾ അംഗൻവാടി വർക്കർമാർ, അതുപോലെ തന്നെ കുടുംബശ്രീയുടെ പ്രവർത്തകർ, CDS മെമ്പർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാ വർക്കർമാർ, എല്ലാപേരും ഈ പരിപാടിയിൽ സജീവമായി നമ്മളോടൊപ്പം സഹകരിച്ചും നിന്നതാണ്. വളരെ സന്തോഷമാണ് എനിക്ക് ഈ അവസരത്തിൽ തോന്നുന്നത്. എനിക്ക് വളരെ ധൃതിയുള്ളതാണ്. പഞ്ചായത്ത് ബസ്സിനോട് ഞാൻ 2 മണിക്ക് ആരംഭിക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മുടെ കണ്ണുകൾ പോലും നിറയുന്ന തരത്തിൽ നമ്മുടെ വനിതകൾ ഇവിടെ നല്ല അടങ്ങിയിരിക്കുന്നത് എനിക്ക് കാണാൻ കഴിയും. ഇതൊരു വലിയ ഐക്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എവിടെയോ നിങ്ങളുടെ ഈ കൂട്ടായ്മ ഫേസ്ബുക്ക് വഴിയോ എവിടെയോ ഒക്കെ ഞാൻ കണ്ടു. മാണിക്കൽ ഗ്രാമപഞ്ചായത്തിൽ നടത്തുന്ന പരിപാടികൾ എനിക്ക് ശ്രദ്ധിക്കുവാൻ അന്നും കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടേറെ ആൾക്കാർ ഈ അടുത്ത സമയത്ത് ആ പരിപാടിയിൽ പങ്കെടുത്ത് ഞാൻ കണ്ടു. ഇന്ന് നമുക്കറിയാം കേരളത്തിൽ സ്ത്രീ ശാക്തീകരണ രംഗത്ത് വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യത്തെ ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. ഞാനത് പറഞ്ഞു തന്നെ തുടങ്ങാം. ഈ കേരളത്തിലാണ് സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന വനിതകളായിട്ടുള്ള സ്ത്രീകളെ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക രംഗങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്ന ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ കേരളം വിസിറ്റ് ചെയ്ത ഇന്ത്യയുടെ രാഷ്ട്രപതി കേരളത്തിൽ വന്നപ്പോൾ അവർ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. നമ്മൾ കേരളത്തിൽ കുടുംബശ്രീയുടെ ഒരു പരിപാടി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രപതിയെ അതിൽ പങ്കെടുപ്പിച്ചു. അപ്പോൾ കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം നടപ്പിലാക്കുന്ന പ്രോജക്റ്റുകൾ, അതിൻ്റെയൊക്കെ വിവരങ്ങൾ, അതിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ കിട്ടിയപ്പോൾ നമ്മുടെ രാഷ്ട്രപതി തന്നെ പറഞ്ഞത് ഇത് സ്ത്രീ ശാക്തീകരണത്തിന് വലിയ മാതൃകയാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞ രാഷ്ട്രപതിയാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അതുകൊണ്ടാണ് കേരളത്തിൽ കുടുംബശ്രീ എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിലുള്ള കുടുംബശ്രീ, ആ കുടുംബശ്രീയിലൂടെ ഒട്ടേറെ ലക്ഷക്കണക്കിന് സ്ത്രീകളെ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ വെച്ച് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അവരെ വെറുതെ കൊണ്ടുവരികയില്ല, അവരെല്ലാം ശാക്തീകരിക്കപ്പെടുവാൻ, വിവിധ മേഖലകളിൽ അവരെ എത്തിക്കുവാനുള്ള വലിയ പരിശ്രമം, അവർക്ക് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം നടപ്പിലാക്കി മുന്നേറുന്ന കേരളത്തിലെ ഗവൺമെൻറ്. ഞങ്ങളുടെ വകുപ്പ് വഴി ചില കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കുടുംബശ്രീ വഴി തന്നെ ഞങ്ങൾ നടപ്പിലാക്കുന്ന കേരള ചിക്കൻ പദ്ധതി ഉൾപ്പെടെയുള്ള, അത് മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഇപ്പോൾ നമ്മൾ ഒട്ടേറെ വനിതകളെ, പ്രത്യേകിച്ച് കുടുംബശ്രീക്കാരെ 405 പേരെ ഞങ്ങളിപ്പോൾ ട്രെയിനിങ് ഉൾപ്പെടെ കൊടുത്ത് നടപ്പിലാക്കിക്കൊണ്ട് അവരെയും നമ്മുടെ സമൂഹത്തിൽ എത്തിക്കുവാൻ ഇപ്പോൾ നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ മുഴുവൻ സർവേ, മൃഗങ്ങളുടെ സർവേ ഇപ്പോൾ എടുക്കുന്നത് 5 വർഷത്തിൽ ഒരിക്കുന്നത് നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്ത കുടുംബശ്രീ അംഗങ്ങളാണെന്ന് അവർക്ക് വരുമാനത്തിലൂടെ, അവർക്ക് വരുമാനം ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ അവരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നത്. ഞാനൊരു ഹരിതകർമ്മ സേന അംഗമാണെന്ന് പറയുന്നത് ഏറെ അഭിമാനം കൊള്ളുന്ന ഒരാളാണ്. വനിതകളെക്കുറിച്ച് നല്ല രീതിയിലുള്ള ഒരു പ്രസംഗം തന്നെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി നമ്മളോട് പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങൾ. അതിനൊരു ഉദാഹരണം തന്നെയാണ് ഞാനും. ഹരിതകർമ്മ സേന അംഗമായി ജോലി ചെയ്യുന്നു. നമ്മുടെ വീടുകളിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഇന്ന് നമ്മുടെ ഒരു മുതൽക്കൂട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു വരുമാനം. അത് കേരള സർക്കാർ നമ്മൾക്ക് നൽകിയ ഒരു നല്ലൊരു വരുമാന മാർഗമാണ്. മാത്രമല്ല നമ്മൾ നേരത്തെ മേഡം പറഞ്ഞതിലപ്പുറം ഒന്നും എനിക്ക് പറയാനില്ല. എങ്കിൽ പോലും നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിനകത്ത് നമുക്ക് ചെയ്യാനുള്ള ഒരു പരിധിയല്ല, പരിധിക്കപ്പുറം നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സപ്പോർട്ട് നൽകുന്ന ഒരു സർക്കാർ കൂടെയാണ് നമ്മളെ കേരളം ഭരിക്കുന്നത്. അതിന് നമ്മൾ ഏറെ അഭിമാനിക്കാവുന്നത് കൂടിയാണ്. ഇന്ന് ഇങ്ങനെയുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എനിക്കും വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ സിറ്റിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് അവിടെ രാത്രി നടത്തവും പകൽ നടത്തവും എല്ലാം നമുക്ക് സുപരിചിതമാണ്. ഒരു പഞ്ചായത്തിൽ വന്ന് ഇത്രയും സ്ത്രീകളെ ഒരുമിച്ച് കാണാൻ പറ്റിയപ്പോൾ അത് വളരെ സന്തോഷം. ഇന്നൊരു ദിവസത്തെ രാത്രി 12 മണിയോടുകൂടി നിങ്ങളെ നടത്തം തീരുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവരാണ്. ഒരു പരിധിവരെ എല്ലാവരും നമ്മളോടൊപ്പം കാണുകയുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് നിൽക്കേണ്ടവരാണ്. പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കണം എന്ന് നമ്മുടെ കുടുംബങ്ങളോ ബന്ധങ്ങളോ സുഹൃത്തുക്കളെയോ നാട്ടുകാരെയോ വീട്ടുകാരെയോ മാറ്റി നിർത്തിയിട്ടല്ല ഒറ്റയ്ക്ക് നിൽക്കേണ്ട. ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒറ്റയ്ക്ക് നമ്മൾ നേടേണ്ട കാര്യങ്ങൾ, അതിന് നമുക്ക് ആരും കൂട്ടുകാണില്ല. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഒറ്റക്കെട്ടായി
മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. വനിതാ ജംഗ്ഷനിലൂടെ നമ്മൾ രാത്രി നടത്തം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ഈ വനിതാ ജംഗ്ഷനിലൂടെ രാത്രി നടത്തം മാത്രമല്ല, നമുക്ക് തുടർന്നുള്ള എല്ലാ സമയങ്ങളിലും എല്ലാ രീതിയിലും നമുക്ക് സ്വന്തമായി ധൈര്യവും ആത്മവിശ്വാസവും കഴിവും നേടിയെടുക്കുവാൻ നമ്മൾ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോരാ, കൂടുതൽ കഴിവുകൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് പൊതു ഇടങ്ങളിൽ പോകുവാനും അതുപോലെ തന്നെ ബസ്സിലായാലും ട്രെയിനിലായാലും നമുക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കുവാനുള്ള ഒരു ശക്തി നേടിയെടുക്കുവാൻ നമുക്ക് നമ്മുടെ ഇടയിൽ ഇന്ന് നമ്മുടെ സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒട്ടനവധി പ്രയാസങ്ങളൊക്കെ തന്നെ അനുഭവിച്ചു. ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവരുടെ ദുരിതം അവരുടെ അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ പൊതു ഇടം ഞങ്ങളേതും കൂടിയാണ് എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഓരോ വീടുകളിലും നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ സ്ത്രീജനങ്ങൾ അവരുടെ ചെറിയ പ്രായമായാലും അതും കഴിഞ്ഞ ശേഷം കല്യാണം കഴിഞ്ഞ ശേഷം ഭർത്താവിൻ്റെ കാര്യം നോക്കുന്നു, അത് കഴിഞ്ഞ് മക്കളുടെ കാര്യം നോക്കുക, അത് കഴിഞ്ഞ് അമ്മയച്ഛൻ്റെ കാര്യം നോക്കുന്നു. അങ്ങനെയെല്ലാം നമ്മൾ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഉരുകിത്തീരുന്ന ഒരു ജന്മമായി തീരുകയാണ്. കുടുംബശ്രീ പ്രസ്ഥാനം കടന്നു വന്നിട്ട് 26 വർഷത്തോളവുമായി പല മേഖലകളിലും സ്ത്രീകൾക്ക് ഇതുമായി മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യപരമായും സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാഷ്ട്രീയപരമായി തന്നെ പല സ്ഥാനങ്ങളിലിരിക്കുന്ന വനിതകളും കുടുംബശ്രീ വഴി തന്നെ കടന്നു വന്നവരാണ്. കുടുംബശ്രീ വഴി തന്നെ സ്ത്രീകൾക്ക് പല പരിപാടികളും നടപ്പിലാക്കി വരുന്നിട്ടുണ്ട്. അതായത് ഡ്രോൺ പറത്തുന്നതിന് വരെ പരിശീലനം കുടുംബശ്രീ വഴി കൊടുക്കുന്നുണ്ട്.